Hi students, today we are discussing about firm's equilibrium with the selling cost under monopolistic competition. അപ്പോൾ monopolistic competitionൽ selling cost increase ചെയ്യുന്ന ഒരു ഫേമിന് ഉണ്ടാകുന്ന equilibrium ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. Firm's equilibrium is explained for fixed and variable selling costs. അപ്പോൾ രണ്ട് കേസിൽ equilibrium വരാം. ഫിക്സ്ഡ് കേസിലും അതുപോലെ വേരിയബിൾ കേസിലും വരാം. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ട് സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഫേമിനും അതുപോലെ സെല്ലിംഗ് കോസ്റ്റിൽ വേരിയേഷൻസ് വരുത്തുന്ന ഫേമിനും രണ്ട് തരത്തിലുള്ള ഇക്വിലിബ്രിയം ആണുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം വിത്ത് ഫിക്സ്ഡ് സെല്ലിംഗ് കോസ്റ്റ്. ഓക്കെ, ഇഫ് എ ഫേം ഇൻകേഴ്സ് എ ഫിക്സ്ഡ് എമൗണ്ട് ഓഫ് ഔട്ട്ലേ ഓൺ ദ പ്രൊമോഷൻ ഓഫ് സെയിൽ, ഇറ്റ്സ് ഇക്വിലിബ്രിയം ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ ദ ഫിഗർ. അപ്പോൾ നോക്കുക, ഇവിടെ ഒരു ഫിക്സ്ഡ് സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫേമിന്, അതായത് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു ഫിക്സ്ഡ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫിഗറിലേക്ക് നോക്കുക. നമ്മൾ എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നു, വൈ ആക്സിസിൽ പ്രൈസ് മെഷർ ചെയ്യുന്നു. ഇവിടെ ഡിമാൻഡ് കർവ്, എ ആർ കർവ് കാണാം, എം ആർ കർവ്, ഡബിൾ സ്ലോപ്പുള്ള എം ആർ കർവും കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ എ പി സി, ദിസ് ഇസ് എ പി സി അല്ലെ, യു ഷേപ്പ് ആയിട്ടുള്ള എ പി സി. എന്താണിത്? ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് കർവ് ആണ്. ഇനി എ ടി യു സി എന്ന് പറയുന്ന മറ്റൊരു കർവ് നമുക്ക് കാണാൻ പറ്റുന്നു അല്ലെ. ഇതെന്താണ്? ആവറേജ് ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് ആണ്. അപ്പം എ പി സി എന്ന് വെച്ചാൽ ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റും എ ടി യു സി എന്ന് പറഞ്ഞാൽ ആവറേജ് ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് കർവുമാണ്. അപ്പൊ ഈ എ ടി യു സിയിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആവറേജ് പ്രൊഡക്ഷൻ ആൻഡ് ആവറേജ് സെല്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റും ആവറേജ് സെല്ലിംഗ് കോസ്റ്റൂടെ ചേരുന്നതാണ് എ ടി യു സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഇക്വിലിബ്രിയം, ഇവിടെ ഇക്വിലിബ്രിയം നോക്കുക. എപ്പോഴാണ് ദ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഇസ് ഒ ക്യു ആൻഡ് പ്രൈസ് ഇസ് ഒ പി. ഇവിടെ ഒ ക്യു എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ് ഇക്വിലിബ്രിയം, ഔട്ട്പുട്ട് പ്രൈസ് എന്ന് പറയുന്നത് പി ക്യു ആണ്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? ഒ ക്യു പി എൻ. കാരണം എന്താണ്? ബിക്കോസ് ഇറ്റ് ടച്ചസ് വിത്ത് എ ആർ. എ ആർ ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ. അപ്പോൾ എ ആർ ഇവിടെ ആയതുകൊണ്ട് ഇത്രയുമാണ് ഒരു ഫേമിന്റെ, ഈ ഫേമിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഒ ക്യു പി എൻ. ഇതാണ് ഫേമിന്റെ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോസ്റ്റ് നോക്കുക. കോസ്റ്റ് ഇവിടെ വരില്ലേ ഉള്ളൂ. ഇതാണല്ലോ നമ്മുടെ ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇതാണല്ലോ, ഇതല്ലേ ആവറേജ് പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഒ ക്യു എസ് ടി ആണ് കോസ്റ്റ്. അപ്പോൾ റവന്യൂ ഇത്രയുണ്ട്, കോസ്റ്റ് ഇത്രയുമാണ് ഉള്ളത്. അപ്പം എക്സസ് ആയിട്ടുള്ള എന്താണ്? എൻ ടി, സെക്കൻഡ് ഞാനിത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ദാറ്റ് മീൻസ് ദ ടോട്ടൽ റവന്യൂ ഇസ് ഒ ക്യു പി എൻ ആൻഡ് ദ ടോട്ടൽ കോസ്റ്റ് ഇസ് ഒ ക്യു എസ് ടി. ഒ ക്യു പി എൻ, ഒ ക്യു എസ് ടി. ഒ ക്യു പി എൻ ടോട്ടൽ റവന്യൂ, ഒ ക്യു എസ് ടി ടോട്ടൽ കോസ്റ്റ്. കാരണം ഇവിടെയാണ് എ ടി യു സി ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ അപ്പോൾ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, എൻ പി എസ് ടി, ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ എൻ പി എസ് ടി ആണ്. ഓക്കെ, സോ എൻ പി എസ് ടി ആണ് നമ്മുടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് ഈ ഫേം ഇൻകർ ചെയ്യുന്ന സെല്ലിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ ഏരിയക്ക് ഈക്വലന്റ് ആയിട്ടുള്ള സെല്ലിംഗ് കോസ്റ്റ് ആണ് ഫേം ഇവിടെ ഇൻകർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും അതിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട് അല്ലെ. കാരണം എന്താണ്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടാൻ കാരണം കോസ്റ്റ് ഇവിടെ ആവുന്നുള്ളൂ. സെല്ലിംഗ് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ട് പോലും ഫേമിന്റെ ടോട്ടൽ കോസ്റ്റ് ഇവിടെ നിൽക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇത്രയും പ്രോഫിറ്റും കിട്ടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ ഫേമിന് എന്ത് ചെയ്യാം? കുറച്ചുകൂടെ ഔട്ട്പുട്ട് കൂട്ടിക്കൊണ്ട് പ്രൊഡക്ഷൻ എക്സ്പാൻഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും പ്രോഫിറ്റ്, അപ്പം ഇത് ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഡിമാൻഡ് കർവ് നമ്മൾ ഇനി നെക്സ്റ്റ് ഡയഗ്രത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉള്ള ഒരു സിറ്റുവേഷനിൽ വേണമെങ്കിൽ ഈ ഫേമിന് എന്ത് ചെയ്യാം? സെല്ലിംഗ് കോസ്റ്റ് വേരി ചെയ്യാം, ഔട്ട്പുട്ട്
വേരി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിക്സ്ഡ് സെല്ലിംഗ് കോസ്റ്റിൻ്റെ സിറ്റുവേഷൻ. ഓക്കെ, ഇത് നോക്കുക. ഇനി വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ്. വെൻ ദ എമൗണ്ട് ഓഫ് സെല്ലിംഗ് എക്സ്പെൻഡിച്ചർ ചേഞ്ചസ് അലോങ് വിത്ത് സെയിൽ ഓർ ഔട്ട്പുട്ട്. ഇപ്പോൾ ഔട്ട്പുട്ടിനനുസരിച്ച് സെല്ലിംഗ് എക്സ്പെൻഡിച്ചറും ചേഞ്ച് ചെയ്യുന്നു. അതിനെ നമ്മൾ വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് എന്നാണ് പറയുന്നത്. The selling cost on the one hand causes a shift in the demand curve and on the other raises cost. അപ്പോൾ ഇവിടെ ഒരു സൈഡിൽ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു, മറ്റൊരു സൈഡിൽ കോസ്റ്റും ഷിഫ്റ്റ് ചെയ്യുന്നു, കോസ്റ്റും കൂടുന്നു. So long as the amount of additional supernormal profit is more than additional selling cost. അപ്പോൾ നമുക്ക് ഇവിടെ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏതിനേക്കാളും കൂടുതലാണെങ്കിൽ, അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ദ ഫേം വിൽ കണ്ടിന്യൂ ടു എക്സ്പാൻഡ് ഇറ്റ്സ് സെയിൽ ഓർ ഔട്ട്പുട്ട്. അപ്പോൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇപ്പം നമ്മൾ നേരത്തെ കണ്ടല്ലോ, ആ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കോസ്റ്റിനേക്കാളും കൂടുതലാണെങ്കിൽ ഫേം എന്ത് ചെയ്യും? ഔട്ട്പുട്ട് കൂട്ടിക്കൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സെയിൽ കൂട്ടിക്കൊണ്ടേയിരിക്കും. ദ ഇക്വിലിബ്രിയം ഓഫ് ദ ഫേം വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് വെൻ ദ അഡീഷണൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ബിക്കംസ് ജസ്റ്റ് ഈക്വൽ ടു ദ അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ ഈ ഒരു പ്രോസസ് എവിടെ വരെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെയാണ് അല്ലേ. ആ ഇക്വിലിബ്രിയത്തിന്റെ സിറ്റുവേഷൻ എന്താണ്? ഈ ഫേമിന് കിട്ടുന്ന ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ബിക്കംസ് ജസ്റ്റ് ഈക്വൽ ടു ദ അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ്. എത്രയാണോ സെല്ലിംഗ് കോസ്റ്റ് അഡീഷണൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നത്, ആ സെല്ലിംഗ് കോസ്റ്റിന് ഈക്വലന്റ് ആയിട്ടുള്ള സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് വരെ ഈ ഫേം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? ഔട്ട്പുട്ട് കൂട്ടിക്കൊണ്ടിരിക്കും, സെയിൽ കൂട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആ ഫേം എന്തിലേക്ക് എത്തിച്ചേരുന്നു? നമ്മൾ പറഞ്ഞ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചേരുന്നു. ഓക്കെ, ഇത് നമ്മൾ ഡയഗ്രത്തിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. സി ദ ഡയഗ്രാം. ആദ്യം ഇവിടെ OQ ഔട്ട്പുട്ട് ആയിരുന്നു, ഇവിടെ ഔട്ട്പുട്ട് മെഷർ ചെയ്യുന്നു, പ്രൈസ് മെഷർ ചെയ്യുന്നു. Y ആക്സിസിൽ OQ ഔട്ട്പുട്ട് ആയിരുന്നു, അപ്പം ATC1 ആയിരുന്നു കോസ്റ്റ് കർവ്, സെല്ലിംഗ് കോസ്റ്റ് കർവ് ATC1 ആയിരുന്നു. അപ്പോൾ ഫേമിൻ്റെ ഡിമാൻഡ് കർവ് ഇതാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചേക്കുന്നത് നോക്കുക. ഇവിടെ ഇത്രയുമാണ് കോസ്റ്റ് അല്ലേ. റവന്യൂ കൂടുതലുണ്ടല്ലോ. സി ദിസ് ഇസ് റവന്യൂ, ഇത്രയും കൂടുതലുണ്ട്. അപ്പം PR, അതായത് NPRT, ഇത്രയും റവന്യൂ കൂടുതലുണ്ട്. അപ്പോൾ ഫേം വീണ്ടും എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്യും. ഔട്ട്പുട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഫേമിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഔട്ട്പുട്ട് കൂട്ടാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഔട്ട്പുട്ട് എങ്ങോട്ടേക്ക് കൂടുന്നു? അപ്പം സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് മീൻസ് കോസ്റ്റ് കൂടി. അപ്പം ATC1 ഉള്ളത് ATC2 ആയിട്ട് കൂടുന്നു. അപ്പോൾ അതുവഴി ഔട്ട്പുട്ട് കൂടുതൽ വിൽക്കാൻ പറ്റുന്നു. OQ1 ഔട്ട്പുട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്തു D2 ആയിട്ട്. അപ്പം സെല്ലിംഗ് കോസ്റ്റ് കൂട്ടിയതുകൊണ്ട് ആളുകളെല്ലാം അറിഞ്ഞല്ലോ, പ്രോഡക്റ്റിനെ കുറിച്ച് അറിഞ്ഞു, അഡ്വർടൈസ്മെന്റ് ആയി. അപ്പോൾ ഡിമാൻഡ് കൂടി, പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടി, D2 ആയി. അപ്പോൾ ഔട്ട്പുട്ട് സെയിൽ OQ1 ആയി. പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് എന്തായിട്ട് മാറി? D2 ആയിട്ട് മാറി. ഔട്ട്പുട്ട് OQ1 ആയിട്ട് മാറി. പ്രൈസ് കൂട്ടാൻ പറ്റി. അതായത് നേരത്തെ PQ പ്രൈസ് ആയിരുന്നു, ഇപ്പൊ എത്രയായി? P1 Q1 ആയിട്ട് മാറി പ്രൈസ്. ഓക്കെ, അപ്പോൾ വീണ്ടും നോക്കുക. പ്രൈസ് P1 ആയിരുന്നപ്പോൾ കോസ്റ്റ് കർവ് എവിടെ ടച്ച് ചെയ്തിരിക്കുന്നത് നോക്കുക. ഇവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത് അല്ലെ, R1ലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് റവന്യൂ എന്ന് പറയുന്നത്? T1 R1 Q1 O, അല്ലെങ്കിൽ നമുക്ക് പറയാം OQ1 R1 T1 അല്ലെ. അതാണ് കോസ്റ്റ്. റവന്യൂ എത്ര ഉണ്ട്? N1 P1 Q1 O, അല്ലെങ്കിൽ OQ1 P1 N1, അത്രയുമാണ് എന്ത്? കോസ്റ്റ്. അപ്പൊ വീണ്ടും ഫേമിന് ഒരു ഇൻസെന്റീവ് ഉണ്ടാവുന്നു. എന്താണ്? വീണ്ടും സെയിൽസ് കോസ്റ്റ് കൂട്ടി, സെല്ലിംഗ് കോസ്റ്റ് കൂട്ടിക്കൊണ്ട് ഔട്ട്പുട്ട് കൂട്ടാവുന്നു. അപ്പോൾ വീണ്ടും ATC3 ആയിട്ട് സെല്ലിംഗ് കോസ്റ്റ് കൂട്ടുന്നു. അപ്പോൾ സെല്ലിംഗ് കോസ്റ്റ് കൂടിയതിന്റെ ഫലമായിട്ട് ഡിമാൻഡ് കൂടുന്നു D3 ആയിട്ട്, ഔട്ട്പുട്ട് കൂട്ടുന്നു OQ2 ആയിട്ട്, പ്രൈസ് വീണ്ടും കൂട്ടാൻ പറ്റുന്നു P2 Q2. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ എന്താ സംഭവിച്ചേ? ഈ ഒരു പോയിന്റില് ഫേമിന്റെ പിന്നെ എന്താണ് ഇത്രയും ഇവിടെയും എന്തുണ്ട്? സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കുറച്ചുകൂടെ ഉണ്ട്. ഇനി ഈ പോയിന്റിന് ശേഷം ഫേമിന് ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, കാരണം ദിസ് ഇസ് ദ ഫൈനൽ ഡിമാൻഡ് കർവ്. അപ്പോൾ ഇവിടെ ഫേം എന്താകുന്നു? ഇക്വിലിബ്രിയത്തിലാകുന്നു.
പിന്നെ അതിനെ അങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ ഫേം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. വീണ്ടും നമ്മുടെ ഡിമാൻഡ് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഫേമിന് എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഫേം എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയത്തിലെത്തുന്നു. ഇക്വിലിബ്രിയത്തിലെത്തിയിട്ട് അതിൻ്റെ ആ ഒരു സെയിൽസ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് ഔട്ട്പുട്ട് നിർത്തുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇവിടെ OQ2 എന്ന് പറയുന്നതാണ് ആക്ച്വലി ഇക്വിലിബ്രിയം ഔട്ട്പുട്ട്. പ്രൈസ് എന്ന് പറയുന്നത് P2 Q2 ആണ് ഇക്വിലിബ്രിയം പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫേം എന്താണ്, വേരിയബിൾ സെല്ലിംഗ് കോസ്റ്റ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് എത്രയാണ്, ATC2 ആണ്. ATC3 വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്തുകൊണ്ട് ഫേം എന്ത് ചെയ്യുന്നു, ഇക്വിലിബ്രിയത്തിൽ റീച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആ ഇക്വിലിബ്രിയത്തിൽ പോലും ഫേമിന് എന്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. പക്ഷെ P2 Q2 പ്രൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ, അതായത് സെല്ലിംഗ് കോസ്റ്റ് കൂട്ടിയാൽ ആ ഫേമിന് ചിലപ്പോൾ നഷ്ടം വന്നേക്കും. കാരണം ഡിമാൻഡ് കർവ് പിന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ എന്താണ് ഫേംസ് വിത്ത് വേരിയബിൾ. ഇപ്പോൾ നമ്മളിത് ഇവിടെ എക്സ്പ്ലനേഷൻ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ആവറേജ് ടോട്ടൽ യൂണിറ്റ് കോസ്റ്റ് കർവ് ATC ആണ്. ഔട്ട്പുട്ട് ഈസ് OQ, പ്രൈസ് ഇസ് PQ, ടോട്ടൽ റവന്യൂ OQPN exceeds ടോട്ടൽ കോസ്റ്റ് OQRT, so that super normal profit is NRPT. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ സിറ്റുവേഷനാണിത്. NPRT എന്നാണ്, തെറ്റിപ്പോയതാണ്. NPRT ആണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇഫ് ദ സെല്ലിംഗ് കോസ്റ്റ് ഇൻക്രീസ്, അത് കഴിഞ്ഞ് നമ്മൾ സെല്ലിംഗ് കോസ്റ്റ് കൂട്ടുന്നു, ATC2 ആയിട്ട് കൂട്ടുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, ഡിമാൻഡ് കർവ് D2 ആയിട്ട് കൂട്ടുന്നു. ഔട്ട്പുട്ട് OQ1 P1 Q1, ടോട്ടൽ റവന്യൂ എക്സീഡ് ചെയ്യുന്നു. N1 P1 R1 T1, ഡിഫറൻസ് ബിറ്റ്വീൻ N1 P1 R1 T1ഉം NRPTയും ആയിട്ടുള്ളത് അഡീഷണൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നു. ആ അഡീഷണൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ സെല്ലിംഗ് കോസ്റ്റ് ആവുന്നു. സോ ദ ഫേം വിൽ ബി ഇൻഡ്യൂസ്ഡ് ടു എക്സ്പാൻഡ് ഔട്ട്പുട്ട് ടു OQ2. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എവിടെ വരെ, ഫേം സെല്ലിംഗ് കോസ്റ്റ് ATC3 ഇൻക്രീസ് ചെയ്യുന്നവരെ. അപ്പോൾ ദിസ് വിൽ കണ്ടിന്യൂ അൺടിൽ ദ എമൗണ്ട് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇസ് എക്സാക്ട്ലി ഈക്വൽ ടു ദ അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ്. അപ്പോൾ ദിസ് പ്രോസസ് വിൽ കണ്ടിന്യൂ, എവിടെ വരെ കണ്ടിന്യൂ ചെയ്യുന്നു, ഈ ഇങ്ങനെ അഡീഷണൽ സെല്ലിംഗ് കോസ്റ്റ് കൂട്ടുന്നത്, ആ ഫേമിൻ്റെ പ്രോഫിറ്റും സൂപ്പർ നോർമൽ പ്രോഫിറ്റും സെല്ലിംഗ് കോസ്റ്റും ഈക്വൽ ആകുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുന്നു. അവിടെ ഫേം ഇക്വിലിബ്രിയത്തിലെത്തുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് OQ2ഉം പ്രൈസ് എന്ന് പറയുന്നത് P2 Q2 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അബൌട്ട് ദി equilibrium of the firm with variable selling cost. Thank you.